വാട്സാപ്പ് യൂസേഴ്സിന് നല്ലൊരു പണിയായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം പോലത്തെ മെസ്സേജിംഗ് ആപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിനകത്ത് ആ ഒരു സിം കാർഡ്, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പറിന്റെ സിം കാർഡ് അതിനകത്ത് ആക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മുടെ ഗൂഗിൾ പേയും അല്ലെങ്കിൽ ബാങ്കിങ് ആപ്പൊക്കെ വർക്ക് ചെയ്യുന്ന സെയിം സിസ്റ്റത്തിലായിരിക്കും ഇനി മുതൽ വാട്സാപ്പും അതുപോലത്തെ മെസ്സേജിംഗ് ആപ്പുകളൊക്കെ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ വാട്സാപ്പ് വെബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്കത് 6 മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ QR കോഡ് വഴി ലോഗിൻ ചെയ്ത് പിന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വിത്തിൻ 90 days ആണ് ഈ ഒരു പർട്ടിക്കുലർ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഇതിന് റീസൺ ഗവൺമെന്റ് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവരാനുള്ള, അതായത് പല ആൾക്കാരും ഫോൺ നമ്പർ ഇത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് സിം കാർഡ് ചിലപ്പോൾ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് ഈ നമ്പറുകളിൽ വെച്ചിട്ട് സ്കാമുകൾ നടത്തും. അപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ നമ്പർ വെച്ച് നമുക്ക് ആരെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു സ്കാമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റ് എപ്പം ഇംപ്ലിമെന്റ് ആവും എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. 90 days ആണ് ഒരു ഡെഡ് ലൈൻ പോലെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇനി മുന്നോട്ട് നോക്കാം ഇതിലെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതുപോലത്തെ ടെക് റിവ്യൂസിന് വേണ്ടിയും അപ്ഡേറ്റ്സിന് വേണ്ടിയും ഫോളോ ചെയ്യുക GR Tech.